ഹായ്, എൻ്റെ പേര് മഞ്ജു. എൻ്റെ വീട് ഇടുക്കി ജില്ലയിൽ കട്ടപ്പന എന്ന സ്ഥലത്താണ്. ഞാൻ ജോലി ചെയ്യുന്നത് അബുദാബിയിലാണ്. OET എക്സാം എനിക്ക് നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റി. അതിന് ഞാൻ സർവേശ്വരനോടും പിന്നെ എൻ്റെ ഫാമിലിയോടും നന്ദി പറയുന്നു. എന്നാൽ എനിക്ക് അതിലേക്കുള്ള വഴി തെളിച്ചു തന്നത് ടിജൂസ് അക്കാഡമിയാണ്. അതിൽ എനിക്ക് അവരോടുള്ള നന്ദി എത്ര പറഞ്ഞാലും മതിയായില്ല. ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു ടിജു സാറിൻ്റെ. അങ്ങനെയാണ് ഞാൻ ടിജൂസ് അക്കാഡമി സെലക്ട് ചെയ്യാനുള്ള കാരണം. ഞാൻ എന്നാൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു OETക്ക് ഗ്രാമറിൻ്റെ അധികം ആവശ്യമില്ല, അതുകൊണ്ട് OET ഗ്രാമർ എന്ന് പറയുന്നത് ലോങ് പീരീഡാണ്, അത് അത്രയും സമയം നമ്മൾ കൺസ്യൂം ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അറ്റൻഡ് ചെയ്യുക, ഡേറ്റ് എടുക്കുക, എക്സാം എഴുതുക, അതാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മുൻവിധിയോട് തന്നെയാണ് ഞാൻ OET ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയത്. പിന്നെ ഗ്രാമർ കുഴപ്പമില്ല, എനിക്ക് വഴങ്ങും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ സാർ അതുകൊണ്ട് തന്നെ ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല ഗ്രാമർ ക്ലാസ്സിന്. പക്ഷേ സാറിൻ്റെ ക്ലാസ് ഒരു 2 ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് മനസ്സിലായി അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും ഞാൻ അറിഞ്ഞ ഗ്രാമർ അല്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത് സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ്. ശരിക്കും ഈവൻ നമ്മൾക്ക് ഗ്രാമർ നന്നായിട്ട് അറിയാമെങ്കിൽ പോലും അത് ശരിയായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെയാണ് ഒരു നല്ല സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് OETയിൽ. അതൊക്കെ സാറ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ റൈറ്റിംഗ് ആയിക്കോട്ടെ, സ്പീക്കിംഗ് ആയിക്കോട്ടെ, ലിസണിങ് ആയിക്കോട്ടെ, റീഡിങ് ആയിക്കോട്ടെ, എല്ലാ മൊഡ്യൂളിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഗ്രാമറാണ്. അതാണ് നമ്മുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ. സോ ഗ്രാമർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങുമ്പോഴേ നമ്മൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഞാൻ സാറിൻ്റെ ക്ലാസ് ഒരു ക്ലാസ് പോലും മിസ്സാവാതെ, എല്ലാം റെക്കോർഡഡ് ക്ലാസ്സുകളാണ്, ഞാൻ ഓൺലൈൻ ക്ലാസ്സാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ കൺവീനിയൻ്റ് ആയിരുന്നു. എൻ്റെ ടൈം എപ്പോഴാണോ എനിക്ക് കിട്ടുന്നത് അതനുസരിച്ചിട്ടായിരുന്നു ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ ക്ലാസ്സുകളും മിസ്സാവാതെ ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിൻ്റെയും കൃത്യമായിട്ടുള്ള നോട്ടും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. സാർ അത് ഓരോ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് നോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കോർഡിനേറ്റർ നമ്മളെ ആദ്യം കോൺടാക്ട് ചെയ്യും. അവരാണ് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, OETയിലേക്കുള്ള നമ്മുടെ സ്റ്റെപ്സ് എങ്ങനെയാണ്, ഏതൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് OET എന്നുള്ള ഏറ്റവും വലിയൊരു കടന്നു പോകാൻ പറ്റുന്നത് എന്നൊക്കെ അവർ നല്ല കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആദ്യം പറഞ്ഞു, ആദ്യം ഗ്രാമർ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുക, പിന്നെ OET ഗ്രാമർ, പിന്നെ റീഡിംഗ് ലിസണിങ്ങിന് നല്ലൊരു സ്കോർ, അതായത് ഒരു 30 എബോവ് സ്കോർ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം നമ്മൾ ഇൻഡിവിജ്വൽ എടുക്കുക. അപ്പോൾ കിട്ടുന്ന നമുക്ക് ഏറ്റവും വലിയൊരു ഉപകാരം, അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും കണ്ടിട്ടില്ലാത്തതാണ്, അൺലിമിറ്റഡ് ആക്സസ് ഓഫ് ദർ പോർട്ടൽ. അത് നമ്മൾക്ക് എത്ര നാൾ നമ്മൾ ഇൻഡിവിജ്വൽ ക്ലാസ് തുടങ്ങുന്നു അതുവരെ നമുക്ക് എത്ര നാൾ, അത് ഈവൻ 1 ഇയർ ആയാലും 2 ഇയർ ആയാലും നമ്മൾക്ക് അവരുടെ പോർട്ടൽ യൂസ് ചെയ്യാൻ പറ്റും. അത് വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും കൊടുക്കത്തില്ല. റീഡിങ്ങിനായിക്കോട്ടെ, ലിസണിങ്ങിനായിക്കോട്ടെ, നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. എനിക്കതിൻ്റെ 4-1 പോലും ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ടിജൂസിൻ്റെ പോർട്ടലിലുള്ളത്. റീഡിങ്ങിൻ്റെ മെറ്റീരിയൽസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ സെയിം ആണ് നമ്മൾക്ക് എക്സാമിന് വരുന്നത്. അതുപോലെ ലിസണിങ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് തൊട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും അവൈലബിൾ ആണ്. സോ അത് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ലിസണിങ് നല്ല ടഫായിട്ടുള്ള ഒരാളായിരുന്നു, പക്ഷേ എൻ്റെ ലിസണിങ്ങിൻ്റെ സ്കോർ വളരെ നല്ല സ്കോറാണ്. അത് വിത്ത് പ്രാക്ടീസ് കൊണ്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇൻഡിവിജ്വൽ സെഷൻസ് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ റൈറ്റിങ്ങിൻ്റെ ക്ലാസ്, ദീപ്തി മാഡത്തിൻ്റെ ക്ലാസ് ഒരുപാട് നമുക്ക് കിടപ്പുണ്ട്. ഒരുപാട് ലെറ്ററിനെ കുറിച്ച് ഈച്ച് ആൻഡ് എവരി ആസ്പെക്റ്റ് മാഡം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് വരുന്ന ഒരു പ്രധാന പ്രശ്നം, ഒരാൾ നമ്മളെ ടീച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ രീതിയിൽ തന്നെ പഠിക്കാൻ പറ്റണം എന്നില്ല. കാരണം അവരുടെ വേ ഓഫ് ടീച്ചിങ്ങും നമ്മുടെ എബിലിറ്റി ടു ലേണും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ മാഡത്തിൻ്റെ ടീച്ചിങ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മാഡം എപ്പോഴും ഒരു 2, 3, 4 ഓപ്ഷൻസ് വെക്കുകയാണ്. ഒന്നുകിൽ ഈ രീതിയിൽ, അല്ലെങ്കിൽ ഈ രീതിയിൽ, അതല്ലെങ്കിൽ ഈ രീതിയിൽ, അങ്ങനെ 3, 4 ഓപ്ഷൻസ് വെക്കും. ഇതിലേതാണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾ പഠിക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം നമ്മളെപ്പോലെ എന്നെപ്പോലെയൊക്കെ ഉള്ളൊരു സാധാരണ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏതാണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് അവിടുന്ന് കിട്ടുന്നുണ്ട്.
പിന്നെയാണ് നമ്മൾ ശരിക്കും ഇൻഡിവിജ്വൽ സെഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഡിവിജ്വൽ ട്യൂട്ടർ, എൻ്റെ ഇൻഡിവിജ്വൽ ട്യൂട്ടർ എന്ന് പറഞ്ഞാൽ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു, ഒത്തിരി സപ്പോർട്ടായിരുന്നു. എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് ചില ദിവസങ്ങളിൽ, മിക്കവാറും ദിവസങ്ങളിൽ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞാൻ സിക്കായി പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ മിസ്സാണ് എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, മഞ്ജു എന്താണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തത്, ഇത്രയും ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, ഏത് സമയമാണ് കൺവീനിയൻ്റ് ആയിട്ടുള്ള, ആ സമയത്ത് ഞാൻ വരാം. അപ്പോൾ രാവിലെ ചിലപ്പോൾ ഒരു ദിവസം തന്നെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അതായത് 1 hour കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, രാവിലെ ഹാഫ് ആൻ അവർ, ഈവനിങ് ഹാഫ് ആൻ അവർ, അങ്ങനെയൊക്കെ മിസ്സ് എൻ്റെ ടൈമിനനുസരിച്ചിട്ടാണ് മിസ്സ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു അത്. എനിക്കൊത്തിരി, അതുപോലെ തന്നെ ലെറ്റർ ആണെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ മിസ്സിന് അപ്പം തന്നെ കറക്ഷനും തരും, വളരെ ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു. അതിനിടയ്ക്കൊക്കെ നമ്മൾ സൈക്കോളജിക്കലി നമ്മൾ അപ്സെറ്റ് ആവുന്നു എന്ന് തോന്നുന്ന സമയത്ത് അവർ തരുന്ന സപ്പോർട്ട്, അതും ശരിക്കും എനിക്ക് തോന്നുന്നില്ല വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടുമെന്നുള്ളത്. സ്പീക്കിങ്ങിൻ്റെ മെറ്റീരിയൽസും റൈറ്റിങ്ങിൻ്റെ മെറ്റീരിയൽസും ഇതുപോലെ തന്നെ ഒരുപാട് അവൈലബിൾ ആണ് സൈറ്റിൽ. നമുക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യാനും എഴുതാനും ഒക്കെ നമുക്ക് ഒരുപാട് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ട്. എവറി 10 hours കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ആ മോക്ക് ടെസ്റ്റിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ എബിലിറ്റി എവിടെയാണ്, എവിടേക്കാണ് നമ്മുടെ വീക്ക് പോയിൻറ്റ്സ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതനുസരിച്ചിട്ട് അവർ തരുന്ന ഫീഡ്ബാക്ക് ഉണ്ട്, അതും റിയലി യൂസ്ഫുള്ളാണ്, ഒത്തിരി യൂസ്ഫുള്ളാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എക്സാമിന് മുമ്പ് ഒരു പ്രെയർ ഉണ്ട്. അത് എനിക്ക് ഷുവറാണ് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലും ഉണ്ടാവില്ല. കാരണം എല്ലാ കുട്ടികളെയും, എക്സാം ബാച്ചിലുള്ള എല്ലാ കുട്ടികളെയും, അതായത് നിയർലി നെക്സ്റ്റ് വരുന്ന എക്സാം ഏതാണോ ആ കുട്ടികളെ എല്ലാവരും ഒന്നിച്ച് ചേർത്തിട്ട് സാറ് ഒരു പ്രെയർ നടത്തും. അത് ശരിക്കും പറഞ്ഞാൽ അത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അത് നമുക്ക് അനുഭവിച്ചാലേ അതിൻ്റെ പ്രത്യേകത മനസ്സിലാവത്തുള്ളൂ. ആ സമയത്ത് സാറ് പറയുന്നൊരു കാര്യമുണ്ട്, കഴിഞ്ഞു പോയ എല്ലാ ഗുരുക്കന്മാരെയും നമുക്ക് മനസ്സിലോർക്കുക, നമ്മുടെ പേരൻസിനെ ഓർക്കുക, നമ്മുടെ മുമ്പിൽ കൂടെ കഴിഞ്ഞു പോയ നമ്മളാൽ വേദനിപ്പിക്കപ്പെട്ട മനുഷ്യരുണ്ടെങ്കിൽ അവരെ ഓർക്കുക, എല്ലാവരോടും ക്ഷമ ചോദിക്കുക, എല്ലാവരോടും അനുഗ്രഹം വാങ്ങിക്കുക, എന്നിട്ട് നമ്മൾ എക്സാമിന് പോകാമെന്ന്. ഇതൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടല്ല, അത് നമ്മളുടെ സാറിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അത് ഓരോ കുട്ടികളും അല്ലെങ്കിൽ ഓരോരുത്തരും സക്സസ്സിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഗുരുവിൻ്റെ ഒരു സിൻസിയറും ഡെഡിക്കേറ്റഡും ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അത് നമ്മുടെ കൂടെ എന്നും ഉണ്ടാവും. അത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹവും ടിജു സാറിൻ്റെയും കൂടെ ഫാമിലിക്കും കൂടെ അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആരെ ചോദിച്ചാലും എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം ഞാൻ പറഞ്ഞത് ടിജുസ് അക്കാഡമി ഈസ് ദ ബെസ്റ്റ്. താങ്ക് യു.